ഇന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളുമായി പങ്കിടുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒന്നാമത്തേത്, നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യ സ്ഥിതി ഇന്ന് ലോകം മുഴുവൻ ചർച്ചയിലാണ്. കാരണം കേരളം ഇപ്പോൾ ഡയബറ്റീസിൻ്റെ തലസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. കേരള ജനതയുടെ 25% മുതൽ 35% വരെ ജീവിതശൈലി രോഗങ്ങൾക്കും ഡയബറ്റീസിനും അടിമയായി എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പഠന റിപ്പോർട്ടുകൾ കാണിക്കുന്നുണ്ട്. അതായത് കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി എന്ന് കണക്ക് കൂട്ടിയാൽ ഏകദേശം 85 ലക്ഷം മുതൽ 1 കോടി വരെ ജനങ്ങൾ ഡയബറ്റീസിന് അടിമകളായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. മറ്റ് അസുഖങ്ങളെ അപേക്ഷിച്ച് ഡയബറ്റീസ് പോലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ ഒരു പ്രധാന വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പനിയാണെങ്കിൽ ആശുപത്രിയിൽ പോയാൽ 2-3 ദിവസം കൊണ്ട് പനി മരുന്ന് വാങ്ങിക്കഴിച്ച് പനി മാറ്റിയെടുക്കാം. മറ്റ് വേദനകളോ മറ്റ് ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിച്ച് രോഗം മാറ്റിയെടുക്കാം. എന്നാൽ ഡയബറ്റീസ് പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ ഒരു ദിവസം മരുന്ന് കഴിച്ചതുകൊണ്ടോ, ഒരാഴ്ച മരുന്ന് കഴിച്ചതുകൊണ്ടോ, 1 വർഷം മരുന്ന് കഴിച്ചതുകൊണ്ടോ, 10 വർഷം മരുന്ന് കഴിച്ചതുകൊണ്ടോ രോഗം മാറുന്നില്ല. മരുന്ന് കഴിച്ചിട്ട് മാറ്റാൻ പറ്റുന്ന രോഗങ്ങളല്ല ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളതാണ് നമ്മളുടെ അനുഭവം. അപ്പോൾ നിരന്തരം ഈ കേരളത്തിലുള്ള 1 കോടി ജനത്തോളം വരുന്ന രോഗബാധിതരായിട്ടുള്ള അല്ലെങ്കിൽ ഡയബറ്റീസ് രോഗബാധിതരായിട്ടുള്ള ആളുകൾ ഇനി വരുന്ന കാലങ്ങളിൽ ആശുപത്രിവാസം തന്നെയായിരിക്കും അവരുടെ വിധി എന്നുള്ളത്. ഈ ഒരു ദുരവസ്ഥയെ നമുക്ക് നേരിടണ്ടേ? മുൻകാലങ്ങളിൽ മലയാളി ആശുപത്രിയിൽ പോയിരുന്നത് വല്ലപ്പോഴൊക്കെ ആയിരുന്നു. ഇപ്പോൾ മലയാളിക്ക് എപ്പോഴും ആശുപത്രിവാസം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. ഇതിനേക്കാളേറെ ഡയബറ്റീസ് കൊണ്ടുണ്ടാക്കുന്ന ശാരീരിക അവശതകൾ, കോംപ്ലിക്കേഷൻസ് ആണ് ഏറ്റവും വലിയ ഇഷ്യൂസ്. അതിലൊന്ന് കാല് മരവിപ്പാണ്. ആദ്യകാലങ്ങളിൽ വരുന്ന കാലിലെ മരവിപ്പ്. ഒരു പക്ഷേ നമ്മൾ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു സദസ്സ്, സപ്പോസ് നിങ്ങളുടെ പത്രക്കാരുടെ ഇടയിൽ തന്നെ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ, ഇതിൽ കാല് മരവിപ്പുള്ള ആളുകൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ കൈവക്കാൻ ആളുകൾ ഉണ്ടാവും. നമ്മുടെ സർവേ നടത്താൻ വേണ്ടിയിട്ടല്ല, ഇതിൻ്റെ ഭീകരത തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കാല് മരവിപ്പ് തുടങ്ങുക എന്നുള്ളതാണ് ആദ്യഘട്ടങ്ങളിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്. കാല് മരവിപ്പ് വരുന്നത് ഒരുപക്ഷെ ദീർഘനേരം നിൽക്കുന്നത് കൊണ്ടും ന്യൂറോളജിക്കൽ കംപ്ലൈൻറ്റ് കൊണ്ടും സംഭവിക്കുന്നതാണ്. എങ്കിലും ഇത് ക്രമേണ ചെന്നെത്തുന്നത് കാല് മുറിച്ചു മാറ്റൽ പ്രക്രിയ എന്നൊരവസ്ഥയിലേക്കാണ്. ഡയബറ്റീസ് ബാധിക്കുന്ന ഈ 1 കോടി ജനങ്ങളുടെ കാലിനെ സംരക്ഷിക്കാൻ ഇപ്പോൾ നിലവിലുള്ള ആരോഗ്യ സമ്പ്രദായങ്ങൾ ഒരുപക്ഷെ തികയാതെ വന്നേക്കാം. അടുത്ത 10 വർഷത്തിനകത്ത് കേരളം നേരിടാൻ പോകുന്ന അതിഭീകരമായ ആരോഗ്യ രംഗത്തെ ഒരു ചാലഞ്ചാണത്. ഈ ചാലഞ്ചിനെ എങ്ങനെ നേരിടണം എന്ന എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ഞങ്ങളും വിശദമായി അതിനെക്കുറിച്ച് പഠനം നടത്തി. ഞങ്ങൾ കേരള സ്റ്റേറ്റ് റിസോഴ്സ് സെൻറ്ററിൻ്റെ കീഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ ട്രെയിനിങ് കൊടുക്കുന്നൊരു സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനമാണ് ഇപ്പോഴും. 2020 മുതൽ ഞങ്ങൾ റിഫ്ലക്സോളജി എന്ന ഒരു ശാസ്ത്രത്തെ കേരളത്തിൽ പരിചയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഏകദേശം 1000-ഓളം ആളുകൾ കേരളത്തിൽ റിഫ്ലക്സോളജി പഠിച്ചിറങ്ങിയവരായിട്ടുണ്ട്. പക്ഷേ അതിൽ തെറാപ്പിസ്റ്റുകളായത് വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ ഈ റിഫ്ലക്സോളജി എന്ന ഈ പാദ പരിചരണ സമ്പ്രദായം ഡയബറ്റീസ് നമ്പിനെസ്സും ഡയബറ്റീസുമായി പെട്ടിട്ടുള്ള കോംപ്ലിക്കേഷനെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്, അമേരിക്കയിലെ മിഷിഗൻ സർവകലാശാല ഈ റിഫ്ലക്സോളജിയെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. 2012 4th സ്റ്റേജ് ക്യാൻസർ വന്ന രോഗികൾ 839 രോഗികളിൽ അവർ നടത്തിയ പഠനത്തിൽ 4th സ്റ്റേജ് ക്യാൻസറിൽ പെയിൻ കില്ലർ വർക്ക് ചെയ്യില്ല, വേദന സംഹാരി വർക്ക് ചെയ്യാത്തൊരവസ്ഥയാണ്. അപ്പോൾ അവർ കണ്ടെത്തിയ ആൾട്ടർനേറ്റീവ് റിഫ്ലക്സോളജി എന്ന പാദത്തിനടിയിലുള്ള റിഫ്ലക്സോളജി എന്ന ഒരു പാദ പരിചരണ സമ്പ്രദായമാണ്. ഇത്തരം യൂണിവേഴ്സിറ്റികൾ നടത്തിയ പഠനങ്ങളെ ഏകോപിപ്പിച്ച് ഞങ്ങൾ ഒരു കേരളത്തിന് പുതിയത്, അന്താരാഷ്ട്ര തലത്തിൽ പുതിയതല്ല, കേരളത്തിന് പുതിയ ഒരു തൊഴിൽ മേഖല സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ CP's റിഫ്ലക്സ് മർമ്മ എന്ന ഒരു പുതിയ തെറാപ്പി രൂപീകരിച്ചത്. അതിൽ ഞങ്ങൾ യോഗ വിഭാഗത്തിൽപ്പെട്ട ചക്ര ഹീലിംഗും കൂടെ കമ്പൈൻ ചെയ്തു. റിഫ്ലക്സോളജിയിൽ തന്നെ പഴയ കാലങ്ങളിൽ ഈ റിഫ്ലക്സോളജിയുടെ പിതാവ് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്നത് ഡോക്ടർ വില്യം ഫിറ്റ്സ്ജെറാൾഡാണ്. ഒരു അമേരിക്കയിൽ ENT ഡോക്ടറാണ്. 1890 ജനിച്ച് 1930 മരിച്ച ഒരാളാണ്. ആ ഡോക്ടറുടെ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു ശാസ്ത്രീയമായ വശം വന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ അതിന് ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു.
ഞങ്ങൾ കഴിഞ്ഞ 2020 മുതൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സ്റ്റൈലസ് വെൽനസ് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനം ഈ കഴിഞ്ഞ 20 വർഷമായി ഞങ്ങൾ നടത്തിയ 2020 മുതൽ ഞങ്ങൾ നടത്തിയ റിസർച്ചിൻ്റെ ഭാഗമായി ഇതിൽ കുറേ ചേഞ്ചസ് വരേണ്ടിയിരിക്കും. തിയറിറ്റിക്കലായി ശാസ്ത്രീയമായ പ്രയോഗങ്ങളിലൂടെ ഇതിൽ മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ഒരു തെറാപ്പിയാണ് CP's റിഫ്ലക്സ് മർമ്മ തെറാപ്പി എന്നുള്ളത്. ഈ തെറാപ്പി കേരളത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഡയബറ്റീസ് പോലുള്ള രോഗങ്ങളുടെ കോംപ്ലിക്കേഷനെ നേരിടുന്നതിന് ഏറ്റവും ഫലപ്രാപ്തിയുള്ളതാണ് എന്നുള്ളതും രണ്ടാമത്തൊരു കാര്യം, ഇതിന് യാതൊരു മരുന്നോ തൈലമോ ക്രീമുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരോഗ്യത്തിന് ദോഷകരമായി വരുന്നുമില്ല. ഒരു നയാ പൈസ ചെലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഈ തെറാപ്പി എന്തുകൊണ്ട് കേരളത്തിൽ പ്രചരിപ്പിച്ചുകൂടാ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇതിന് മുതിർന്നത്. അപ്പം ഞങ്ങൾ ഒരു ട്രെയിനിങ് പ്രോട്ടോക്കോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ട്രെയിനിങ് പ്രോട്ടോക്കോൾ അനുസരിച്ച് 3 ദിവസം കൊണ്ട് ഈ തെറാപ്പി പഠിച്ചെടുക്കാം. ആർക്കും പഠിക്കാം. ശാസ്ത്രം പഠിച്ചിരിക്കണം, സയൻസ് പഠിച്ചിരിക്കുന്നോ, ആരോഗ്യ മേഖലയിലെ എക്സ്പേർട്ട് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമുക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, 18 വയസ്സായ ആളുകൾക്ക് ആർക്കും 3 ദിവസം കൊണ്ട് ചെയ്യാവുന്നതാണ് ഈ തെറാപ്പി. അപ്പോൾ ആ തെറാപ്പി ഞങ്ങൾ കഴിഞ്ഞ 4-5-6 മാസങ്ങളായി തിരുവനന്തപുരം ജില്ല, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ സൗജന്യ തെറാപ്പി ക്യാമ്പുകൾ നടത്തി പൊതുജനങ്ങളിൽ അവബോധം വരുത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കേരളത്തിലെ ജനങ്ങളിൽ 1 കോടി ജനങ്ങൾ, 3.5 കോടി ജനം വരുന്നതിലെ 1 കോടി അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഈ സന്ദേശം എത്തണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഒരു ചെറിയൊരു പ്രസ്ഥാനം മനസ്സ് വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 4ാം തൂണായ 4th എസ്റ്റേറ്റ് ആയിട്ടുള്ള മാധ്യമങ്ങളുടെ സഹകരണം നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമുക്ക് നിങ്ങൾ ചില മാധ്യമങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ ആരോഗ്യ മേഖലയിൽ സംഭവിക്കാൻ പോകുന്ന മൂല്യച്യുതികളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായി. ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു. കാരണം നമ്മുടെ പല പ്രധാനപ്പെട്ട ആശുപത്രികളും വിദേശ കുത്തകളുടെ കൈകളിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അവരുടെ ഉദ്ദേശം ലാഭമാണ്. ഈ ലാഭകുതിയന്മാർക്ക് കേരള ജനതയെ വിട്ടുകൊടുക്കണോ വേണ്ടിയോ എന്നുള്ളൊരു ചാലഞ്ച് ഞങ്ങൾ ഏറ്റെടുക്കുന്നതോടൊപ്പം ഈ മാധ്യമങ്ങളും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നും ഈ ഒരു മരുന്നും ഉപയോഗിക്കാത്ത ഒരു തെറാപ്പി ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതും മാധ്യമങ്ങളും കൂടെ ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ ഞങ്ങളുടെ റിക്വസ്റ്റ്. ഇനി രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ ഈ വിഷയത്തിൽ യാതൊരു അവകാശവാദങ്ങളും മുന്നോട്ട് വയ്ക്കുന്നില്ല മാധ്യമങ്ങളുടെ മുന്നിൽ. പകരം ഞങ്ങളുടെ ഈ തെറാപ്പി നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ, ഇത് ഫലപ്രദമാണോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബും ഈ മാധ്യമങ്ങളും എല്ലാവരെയും ഉൾപ്പെടുത്തി ഒരു CP's റിഫ്ലക്സ് മർമ്മ തെറാപ്പി ക്യാമ്പ് സംഘടിപ്പിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അത് ഒരു ദിവസത്തേക്കല്ല, ഒരാഴ്ച. ഒരാൾക്ക് ഒരു ദിവസത്തെ തെറാപ്പി കൊണ്ട് കുറേയധികം ആശ്വാസം കിട്ടും. എന്നാൽ തുടർച്ചയായിട്ടുള്ള തെറാപ്പികൾ കൊണ്ട് ഗുണപ്രദമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു ദിവസത്തെ തെറാപ്പി കൊടുത്ത് നിർത്താനല്ല ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഒരാഴ്ചത്തെ തെറാപ്പി തിരുവനന്തപുരം ജില്ലയിലെ മാധ്യമപ്രവർത്തകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഈ തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ സഹകരണത്തോടുകൂടി, മാധ്യമരംഗത്തെ നമ്മുടെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെ സഹകരണത്തോടുകൂടി നിങ്ങൾ എന്താണ് CP's റിഫ്ലക്സ് മർമ്മ എന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നത് എന്ന് നിങ്ങൾ അനുഭവിച്ചറിയണം. ദയവ് ചെയ്ത് നിങ്ങൾക്കിടയിൽ കാലുകളിൽ മരവിപ്പുള്ള ആളുകൾ, ഡയബറ്റീസ് ഉള്ള ആളുകൾ, BP കുറക്കുന്നതിന് എന്തിന് ഇംഗ്ലണ്ടിലെ എക്സീറ്റർ എന്ന യൂണിവേഴ്സിറ്റി അവിടെ കാർഡിയോവാസ്കുലർ ഓപ്പറേഷനോടനുബന്ധിച്ച് വേദന അനുഭവിക്കുന്ന ആളുകളിൽ റിഫ്ലക്സോളജി, ഞങ്ങൾ ഈ പറയുന്ന റിഫ്ലക്സ് മർമ്മയുടെ ഒരു ഭാഗമാണ് റിഫ്ലക്സോളജി. ആ റിഫ്ലക്സോളജി പ്രയോഗിച്ചു നോക്കി എന്നുള്ളതാണ്. 530 പേഷ്യൻസിൽ ഇംഗ്ലണ്ടിലെ എക്സീറ്റർ യൂണിവേഴ്സിറ്റിയാണ്. അതിൽ നിന്ന് അവർ കണ്ടത് റിഫ്ലക്സോളജി കാരണം BP കൺട്രോൾ ആവുന്നുണ്ട്, ഹാർട്ട് റേറ്റ് കൺട്രോൾ ആവുന്നുണ്ട്, കൂടാതെ സുഖകരമായ ഉറക്കം പ്രദാനം ചെയ്യുന്നുണ്ട്, മാനസികമായ സംഘർഷം ഒഴിവാവുന്നുണ്ട്. ഇതൊക്കെ റിസർച്ച് റിപ്പോർട്ടുകളാണ്. ഇതേ സാധനമാണ് ഞങ്ങൾ CP's റിഫ്ലക്സ് മർമ്മ എന്ന പേരിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇംഗ്ലണ്ടിലെ നമ്മുടെ വലിയ സർവകലാശാലകൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ സാധാരണക്കാരനായ ആളുകൾക്ക് ഇത് കിട്ടണം.